ധന്യ, ADGP അജിത് കുമാറിനെതിരെ ഉടനെ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. PV അൻവർ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം മൂന്നാമത്തെ വിക്കറ്റും എടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ചർച്ചയുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെതിരെ വാ തുറക്കാത്തത്, നടപടിയെടുക്കാത്തത് എന്ന് നിരവധി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ADGPക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്താണ് ധന്യക്ക് പറയാനുള്ളത്? 3 വിക്കറ്റ്, ഇത് മൂന്നാമത്തെ വിക്കറ്റ് പുറത്തു പോവുകയാണെങ്കിൽ അപ്പോൾ സുജിത് ദാസ്, ശശിധരൻ, ഇപ്പോൾ അജിത് കുമാറിന് ശേഷം H. വെങ്കടേഷ് അതിൽ ADGP പദവിയിലേക്ക് വരും എന്നൊക്കെയാണ് കേൾക്കുന്നത്. തീരുമാനം ഇന്നറിയാം, മുഖ്യമന്ത്രി ഇന്ന് തീരുമാനം അറിയിക്കും എന്നാണ് പറയുന്നത്. പിണറായിക്ക് നിക്കക്കള്ളിയില്ലാതെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ സമാധാനമായി ഒരു നിമിഷം പോലും മുഖ്യൻ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടുകയാണ് പിണറായി വിജയൻ. കാരണം അൻവർ ചേച്ചി ആദ്യം സൂചിപ്പിച്ചതുപോലെ അൻവർ തുറന്നുവിട്ട ഭൂതം ചില്ലറക്കാരനല്ല. അത് പിണറായിയെ മകളെയും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ ഭൂതം തന്നെയാണ്. അതുകൊണ്ട് അൻവറിനെ സംരക്ഷിച്ചേ പിണറായിക്ക് മതിയാകൂ. ഇപ്പോൾ വിശ്വസ്തനാണ് അജിത് കുമാർ എങ്കിൽ പോലും, അജിത് കുമാറിന് പല കാര്യങ്ങളും അറിയാം എങ്കിൽ പോലും അജിത് കുമാറിനെ ഒരു നയത്തിൽ പറഞ്ഞു നിർത്താം, ബാക്കി കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കും, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജിത് കുമാർ കൈയൊഴിയുന്നുണ്ട്. എങ്കിൽ പോലും അൻവറിനെ പോലെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത കുതിരയല്ല അജിത് കുമാർ. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അജിത് കുമാറിനായിരിക്കും മുഖ്യമന്ത്രിയുമായി കൂടുതൽ ഒരു അടുപ്പവും കാര്യങ്ങൾ അറിയാവുന്നതും അജിത് കുമാറിനായിരിക്കും. PV അൻവർ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ PV അൻവറിനെ തഴഞ്ഞിട്ട് അജിത് കുമാറിനെ ചേർത്ത് നിർത്തേണ്ടതല്ലേ? ഒരു ആണ്, ന്യായം അതാണ്. പക്ഷേ അജിത് കുമാറിന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ ബോംബാണ് പിണറായിയെ തകർക്കാൻ അൻവറിന്റെ കയ്യിലുള്ളത്. ആയിരിക്കില്ല. ഇപ്പൊ പാർട്ടിക്കകത്തുള്ള പലരും PV അൻവറിന്റെ പിന്നിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തകരും എന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം. താൻ തകരുക മാത്രമല്ല, മകളും ചിലപ്പോൾ അതിൻ്റെ കൂടെ പെടും. അത് പിണറായിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാകാം തൽക്കാലത്തേക്ക് അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത്. ഈ RSS നേതാവിനെ കണ്ടു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരുന്നത്. RSSന്റെ ഒരു മുതിർന്ന നേതാവിനെ വ്യക്തിപരമായി പോയി കണ്ടു. അത് ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ എന്തിനു കണ്ടു എന്നുള്ളൊരു ചോദ്യം. അത് വ്യക്തിപരമാണെങ്കിലും ഇനി ഔദ്യോഗികമാണെങ്കിലും അത് കണ്ടത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അജിത് കുമാർ എന്തായാലും DGPക്ക് മറുപടി കൊടുത്തേ മതിയാകും. അജിത് കുമാർ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ മറുപടി കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. വ്യക്തിപരമായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായാണെങ്കിലും അതെന്തിനാണ് എന്ന് വീണ്ടും DGP ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ സമരത്തിൽ ഒരു കാര്യം നടന്നാൽ, ഇപ്പോൾ നമ്മളൊരു വാർത്ത ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ വാർത്ത വേണ്ട എന്ന് തീരുമാനിക്കാനും വാർത്ത വേണമെന്ന് തീരുമാനിക്കാനും അധികാരമുള്ളത് നമ്മുടെ ബോസിനാണ്. അപ്പോൾ AD അജിത് കുമാറിൻ്റെ ബോസ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ബോസ് പറയാതെ താഴെക്കിടയിലുള്ള ഒരു ജോലിക്കാരൻ RSS നേതാവിനെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അജിത് കുമാർ RSS നേതാവിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് പിണറായിയുടെ അറിവോടെ തന്നെയാണ്. അജിത് കുമാറിനെ അൻവർ ലക്ഷ്യം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പിണറായിയുടെ അറിവോടെയാണ് പോയതെന്ന് അജിത് കുമാർ ഒരിക്കലും വിളിച്ചു പറയില്ല. പണ്ട് സ്വപ്നയുടെ കാര്യം വന്നപ്പോൾ സ്വപ്നയെ തള്ളി പറഞ്ഞുകൊണ്ട് ശിവശങ്കർ പിണറായിക്കൊപ്പം നിന്ന് ജയിലിൽ കിടന്നപ്പോഴും പിണറായിയെ തള്ളി പറഞ്ഞിട്ടില്ല ശിവശങ്കർ. ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തു നിൽക്കുമ്പോഴും പുതിയ പദവി നൽകിയപ്പോഴും ഒക്കെ സ്വപ്നയെ തള്ളിപ്പറയുക മാത്രമാണ് ശിവശങ്കർ ചെയ്തത്. പിണറായിയെ തള്ളി പറഞ്ഞിട്ടില്ല. അതേ നിലപാട് തന്നെയാണ് അജിത് കുമാറും സ്വീകരിക്കാൻ പോകുന്നത്. അജിത് കുമാറിന്റെ ഈ RSS മേധാവിയെ കണ്ട വിഷയത്തിലുപരി മറ്റു പല ആരോപണങ്ങളും വളരെയധികം പ്രാധാന്യമുള്ള ആരോപണങ്ങളുണ്ട്. ഫോൺ ചോർത്തൽ ഉൾപ്പെടെ, കൊലപാതക ശ്രമം ഉൾപ്പെടെ, സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് ഈ RSS നേതാവിനെ കണ്ടതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ആരോപണങ്ങളും അവിടെ നിലനിൽപ്പുണ്ട്. പക്ഷെ ആ ആരോപണങ്ങളൊക്കെ എത്ര എണ്ണം പുറത്തു വന്നതായിട്ട് നമ്മൾ അത് ചർച്ചയിൽ പോലും എത്ര എണ്ണത്തിന് മൊഴിയെടുക്കാൻ DGP വിളിച്ചതായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അന്വേഷണം വന്നു പോയാൽ അത്തരം അന്വേഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ മേലിലേക്ക് വരും എന്നുള്ള ഭയം DGPക്കും ഉണ്ട്. അത് DGP വഴി ആകരുത് എന്ന് DGP ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RSS മേധാവി എന്തിനു കണ്ടു, അല്ലെങ്കിൽ RSSന്റെ ഒരു നേതാവിനെ എന്തിനു കണ്ടു എന്നുള്ളൊരു ചോദ്യം ഇവിടെ വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നത്. VD സതീശനാണ് അതാദ്യം ആ ഭൂതത്തെ അഴിച്ചു വിട്ടതെങ്കിലും ആ ഭൂതം വലിയ രീതിയിൽ ഇവിടെ കിടന്ന് നല്ലപോലെ കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അജിത് കുമാറിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പുറത്താക്കൽ തന്നെയാകും പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പൂർണ്ണമായും അജിത് കുമാറിനെ പിണറായി വിജയന് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോഴും
PV അൻവറിനെ എങ്ങനെ തളയ്ക്കാം എന്ന് പിണറായി നന്നായി ആലോചിക്കും. PV അൻവറിനെ തളയ്ക്കാൻ പിണറായി കൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതൊരു വാസ്തവം തന്നെയാണ്. PV അൻവറിന്റെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഏത് സമയത്ത് PV അൻവർ അതൊക്കെ പുറത്തു വിടുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം PV അൻവർ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഈ ഇപ്പോഴത്തെ പത്രപ്രവർത്തനം പഠിക്കുന്നവരൊക്കെ PV അൻവറിന്റെ പത്രപ്രവർത്തന ശൈലി കണ്ടുപിടിക്കണം. കാരണം ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം എന്ന് PV അൻവർ ഒരു അക്കാദമി തുടങ്ങിയിട്ട് അവിടെ പിള്ളേരെ വിളിച്ച് പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം ഇൻവെസ്റ്റിഗേഷൻ ഇതുണ്ട്. അദ്ദേഹത്തെ വല്ല കേന്ദ്ര ഏജൻസികളൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിൽ എടുത്താൽ ഒരുപാട് തെളിയാതെ കിടക്കുന്ന കേസുകളൊക്കെ തെളിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല അങ്ങനെ പറ്റില്ല. ഇത് PV അൻവറിന് ഒരു ടാർഗറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ തെളിവുകൾ കൊടുക്കാൻ ആളുണ്ട്. അവിടെ ഏതെങ്കിലും ക്രിമിനലുകളെ ടാർഗറ്റ് ആക്കി തോന്നുന്നുണ്ടോ ഈ PV അൻവർ അയാള് പോയി ഈ തെളിവുകളെല്ലാം ശേഖരിച്ചു വന്ന്? ഒരിക്കലുമല്ല. ഈ തെളിവുകൾ പലരുടെ കൈകളിൽ നിന്നായി PV അൻവറിലേക്ക് ഒരു കോർഡിനേഷൻ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെച്ചിട്ട് PV അൻവർ ആള് കളിക്കുന്നു. PV അൻവറിന്റെ പുറകിൽ നിന്ന് ആരോ നന്നായി പിണറായിക്കെതിരെ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. PV അൻവർ വെറും ഒരു ഡമ്മി മാത്രമാണ്. അതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് വേറെ മറ്റാരോ പേര് പുറത്തു വരാൻ ആഗ്രഹിക്കാത്തവരും പറയാൻ പറ്റാത്തവരുമായിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ പിണറായിയുടെ വിരോധമുള്ള, പിണറായി ഇനിയും ആ കസേരയിൽ തുടർന്നാൽ കേരളമല്ല മൊത്തം പോകും എന്ന് ഉറപ്പുള്ള ആരോ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എന്ത് വിഷയം കണ്ടാലും ഇപ്പോ ഗോവിന്ദൻ മാഷ് ഉച്ചയാകുമ്പോൾ ഒരു വാർത്താ സമ്മേളനം വയ്ക്കും. എന്ത് പാർട്ടിക്കകത്ത് വിഷയം വന്നാലും ഉച്ചയാകുമ്പോൾ ഗോവിന്ദൻ മാഷിന് ഒരു വാർത്താ സമ്മേളനം നിർബന്ധമാണ്. അതിലൊരു ചിരി, 4 ചിരി, പിണറായിയെ 4 പുഴത്തല്, മാധ്യമപ്രവർത്തകരെ 4 പരിഹസിച്ചുകൊണ്ടുള്ള ഒരു 4 വർത്തമാനം, തീർന്നു. വാർത്താ സമ്മേളനം തീർന്നു. പറയേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം, ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ അൻവറിന്റെ വിഷയം വന്നതിന് ശേഷം മാഷിനെയും വലുതായിട്ട് വെളിയിൽ കാണാനില്ല. മാഷും ഭയന്ന് ഓടി. കാരണം ഇനി മാഷിനെ കുറിച്ചുള്ള വല്ല തെളിവുകളും വല്ലതും വിളിച്ചു പറഞ്ഞാൽ പുറത്ത് വിടുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ ഭയമുണ്ട്. ആ ഭയം തന്നെയാണ് അവരൊക്കെ അൻവറിനെതിരെ വിരൽ ചൂണ്ടാൻ. പക്ഷെ ഭയമില്ലാത്ത ഒരാളെ ഉള്ളൂ, അൻവറിനെ ഭയക്കാത്ത ഒരൊറ്റ ആളെ ഇന്ന് കേരളത്തിലുള്ളൂ. അത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും അൻവറിന് കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം കക്കൂസ് മാലിന്യം തലയിൽ വീഴ്ത്തുമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അതിന് മറുപടി കൊടുക്കാത്തത് അത് അർഹിക്കുന്നില്ല. എനിക്ക് മറുപടി കൊടുക്കാൻ പോലും നീ യോഗ്യനല്ലതാ എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരാള് അഡ്വക്കേറ്റ് ജയശങ്കർ സാർ മാത്രമേ ഉള്ളൂ. മറ്റാരും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവറിന് ഭയം പിണറായിയെക്കാളും കേരളത്തിലെ വേറെ ആരെയും അൻവറിന് ഭയമില്ല. അൻവറിന് ഭയം ജയശങ്കറിനാണ്. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ജയശങ്കറിന്റെ തലയിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം വീത്തുമെന്ന് പറയാൻ ഇയാൾക്കത് തലയ്ക്കുള്ള അസുഖമുണ്ടോ? അപ്പൊ അൻവർ ഭയക്കുന്നതും ജയശങ്കറിനെ തന്നെയാണ്. കാരണം അൻവറിന്റെ ചരിത്രം മുഴുവൻ ജയശങ്കർ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ അൻവർ കാണിക്കുന്ന ഈ പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഈ അട്ടഹാസവും ആഡംബരവും ഈ അഹങ്കാരവും ഒക്കെ പൊളിഞ്ഞ് താഴെ വീഴുമെന്നുള്ളതാണ്. അൻവറിനെതിരെ ആരും ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ഒക്കെ അൻവർ ആരോപണവുമായി രംഗത്ത്. ഈ ആരോപണങ്ങൾ ശരിയായി കൊള്ളണമെന്നുമില്ല. ഇല്ല, ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് ആരോപണം ഉന്നയിച്ചവരാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയെ കുറിച്ച് ഞാനൊരു ആരോപണം ഉന്നയിച്ചിട്ട് ഞാനങ്ങ് പോയി, അത് ശരിയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ചേച്ചിക്കാണ്. എനിക്ക് ആരോപണം ഉന്നയിച്ചാൽ മാത്രം മതി. അതുപോലെ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ പുറത്തു വരുന്നത് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ വേറെ എന്തോ ബിസിനസ്സുകൾ ഇവിടെ നടക്കാനായും കണ്ണിൽ പൊടിയിടാനായിട്ട് എന്തോ വലിയൊരു ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊരു പുകമറ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമേ. എന്നിട്ട് ഇത് കുറെ മാധ്യമങ്ങൾ ചർച്ച. ഹേമ കമ്മിറ്റി വന്നപ്പോൾ നടന്മാരുടെ പുറകെയായിരുന്നു. ഹേമ കമ്മിറ്റിക്ക് ശേഷം RSSും അൻവറും വന്നു. ഇപ്പൊ അതിന്റെ പുറകെയാണ്. അപ്പോൾ അതിലേക്ക് പോകും. എന്തായാലും അത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അൻവർ പിണറായിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഉത്തരം, അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഉത്തരം പറയേണ്ടത് പിണറായിയാണ്. പിണറായി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? അതൊരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം പിണറായി വിജയൻ എൻ്റെ ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്. ഇപ്പൊ പേയ്മെന്റ് സീറ്റ് ആണെങ്കിൽ പോലും ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്. ആ MLA ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ട ബാധ്യത പിണറായി വിജയനുണ്ട്. എന്നിട്ട് പിണറായി വിജയൻ മൗനം പാലിക്കുകയാണ്. അൻവറിനോട് ഒരു അക്ഷരം ഇനി മിണ്ടരുത്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരാതിയായി നൽകൂ എന്ന് പറയാൻ എന്തുകൊണ്ട് പിണറായി മടിക്കുന്നു എന്നുള്ളത്. LDF യോഗം ചേർന്നതിന് ശേഷം പോലും അൻവറിന് കടിഞ്ഞാനിടാൻ ഈ LDFന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ളവരെയൊക്കെ ചുമക്കേണ്ട
ഗതികേടല്ലേ എൽ ഡി എഫിന്? തീർച്ചയായിട്ടും അത് നമ്മള് അൻവറിനെ പോലുള്ള ഒരാളെ ഇടതുപക്ഷം നിർത്താൻ ഇടതുപക്ഷത്തിന്റെ ഗതികേടെന്നല്ലേ പറയാൻ പറ്റുമോ? എന്തും തോന്നിവാസവും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. എൽ ഡി എഫിന്റെ ഗതികേടെന്നല്ല, ഇങ്ങനൊരു എൽ ഡി എഫിനെ ചുമക്കേണ്ടി വന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഗതികേട്. അൻവറിനെ ചുമക്കുന്ന എൽ ഡി എഫ് വലിയ ഗതികേടിലാണ്, എൽ ഡി എഫിനെ ചുമക്കുന്ന ജനങ്ങൾ അതിലും വലിയ ഗതികേടിലാണ്. അങ്ങനെ പറയാൻ പറ്റൂ. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് കണ്ടക ശനിയാണ്, അത് കൊണ്ടേ പോകൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അൻവറിലൂടെ അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.